ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന പ്രിയ ദൈവജനമേ, വീണ്ടും വരാമെന്ന് വാഗ്ദത്തം ചെയ്ത യേശു ക്രിസ്തുവിൻ്റെ അത്ഭുതമേറിയ നാമത്തിൽ എവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഈ പുതിയ മാസത്തിൻ്റെ രണ്ടാമത്തെ ഞായറാഴ്ച ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനും ദൈവകൃപ അനുഭവിപ്പാനൊക്കെ ദൈവം നൽകുന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യാം. ഇന്നലകളിൽ നടത്തിയ ദൈവം, ഇന്ന് നമ്മെ നടത്തിക്കൊണ്ടിരിക്കുന്ന ദൈവം ഇനിയും നടത്താമെന്ന് വാഗ്ദത്തം ചെയ്യുന്ന കർത്താവിൻ്റെ സ്വർഗീയ കരങ്ങളെ പിടിച്ചുകൊണ്ട് ദൈവ ശബ്ദം കേട്ടുകൊണ്ട് കർത്താവിൻ്റെ പ്രിയമക്കളായി ജീവിക്കുവാൻ സർവശക്തനായ ദൈവം സഹായിക്കട്ടെ. നീ മതി യേശുവേ എന്ന ഈ യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം കേൾക്കുവാൻ താല്പര്യത്തോടെ ഒരുക്കത്തോടായിരിക്കുന്ന ഇവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ദൈവമേ, നീ എൻ്റെ ദൈവം, അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, എൻ്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. കണ്ണുകളടയ്ക്കാം, നമ്മുടെ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനും വല്ലഭനും നല്ലവനുമായിരിക്കുന്ന സർവശക്തനായ ദൈവമേ, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതവേളയ്ക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഞങ്ങളുടെ ആയുസ്സിൽ ഒരു കർത്തൃദിവസത്തിൻ്റെ പ്രഭാതം കൂടെ കാണുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവകൃപ അനുഭവിപ്പാനും ഈ ആയുസ്സിൽ കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നല്ലോ. നന്ദിയോടെ സ്തോത്രം. ദൈവമേ, ഇക്കഴിഞ്ഞ നാളൊക്കെ ദൈവം നടത്തിയ വിധങ്ങൾക്കായി സ്തോത്രം പിതാവേ. അങ്ങേ സ്നേഹിപ്പാനും ആരാധിക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിലൂടെ കുടുംബത്തിലൂടെ അങ്ങേ മഹത്വപ്പെടുത്തുവാനും ദൈവം എല്ലാ നിലകളിലും ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഓർത്ത് സ്തോത്രം. ഞങ്ങളുടെ വിഷമസന്ധികളിലും ഭാരങ്ങളിലുമൊക്കെ ദൈവിക സമാധാനവും അനുഗ്രഹവും ദൈവം നൽകിയതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. തുടർന്നും അവിടുത്തെ കൃപ ഞങ്ങളെ ഭരിച്ച് വഴി നടത്തട്ടെ. ശരീരസുഖവും ബലവും ദീർഘായുസ്സും ഒക്കെ എല്ലാവർക്കും നൽകി ആയുരാരോഗ്യത്തോടെ ദൈവം വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾ കേൾക്കുന്ന ദൈവ ശബ്ദം ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് രൂപാന്തരവും ശക്തിയും ബലവും നൽകുന്നതാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യതയ്ക്കായി ഞങ്ങളെ ഒരുക്കണമേ. യേശു രക്ഷിതാവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയരെ, കഴിഞ്ഞ ആഴ്ചയിൽ ധ്യാനത്തിൻ്റെ ഒടുവിൽ ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി. മറിയ എത്ര ദിവസമാണ് എലിശബത്തിൻ്റെ കൂടെ പാർത്തത് എന്ന ചോദ്യം. അതിനെല്ലാവരും ശരിയായ ഉത്തരമാണ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശരിയായ ഉത്തരം 3 മാസം എന്നാണ്. പ്രത്യേകിച്ചും അതിൽ ആൻസർ രേഖപ്പെടുത്തിയ എല്ലാവരോടുമുള്ള പ്രത്യേക നന്ദി ഞാൻ അറിയിച്ചു കൊള്ളട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ധ്യാനത്തിൻ്റെ ഒടുവിലും ഒരു ചോദ്യമുണ്ടാകും. ശ്രദ്ധയോടെ ദൈവവചനം കേൾക്കുക, ദൈവത്തിൽ ആശ്രയിക്കാം, കർത്താവിൻ്റെ ശബ്ദം കേൾക്കുവാനായിട്ട് നമ്മെ തന്നെ ഒരുക്കാം. ഇന്ന് നാം ധ്യാനിക്കുവാനായി പോകുന്ന ചിന്താവിഷയം ഭീതിയെ അകറ്റുന്ന ദൈവ ശബ്ദം എന്നതാണ്. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം 1 തുടങ്ങി 21 വരെ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ ഭാഗത്തിലെ സംഭവത്തെ ആസ്പദമാക്കിയാണ് നാം ധ്യാനിക്കുവാനായിട്ട് പോകുന്നത്. ഈ ഭാഗം നമുക്ക് ഏവർക്കും സുപരിചിതമായ ഒരു ഭാഗമാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് ഏലിയാവിൻ്റെ ശുശ്രൂഷ കാലഘട്ടത്തിലെ ഒരു പ്രത്യേക മഹത്വകരമായ ഒരു സംഭവത്തെക്കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരിക്കൽ ആഹാബ്, ഇസബേൽ, അതുപോലെ ബാലിൻ്റെ പ്രവാചകന്മാർ ഇവരും ഏലിയാവും തമ്മിൽ ഒരു സംഘട്ടനത്തിൽ ഏർപ്പെടുകയാണ്. ഹു ഈസ് റിയൽ ഗോഡ്? ആരാണ് യഥാർത്ഥ ദൈവം? ആരാണ് ദൈവജനത്തിൻ്റെ പ്രാർത്ഥന കേൾക്കുന്നത്? ആരുടെ പ്രാർത്ഥനകൾക്കാണ് ആര് മറുപടി നൽകുന്നത്? ബാൽ ദൈവങ്ങളാണോ അതോ ജീവനുള്ള ദൈവമാണോ? ഇവരുടെ അനുയായികൾ തമ്മിലുള്ള ഒരു വലിയ സംഘർഷം, ഒരു പോരാട്ടത്തെ, ഒരു വാഗ്വാദത്തെയാണ് കാണുവാൻ കഴിയുന്നത്. അതിനായിട്ട് ഇവർ അതിൻ്റെ ഒരു അടയാള സൂചകമായി ഇവർ യാഗപീഠം ഒരുക്കുകയാണ്. ഈ യാഗപീഠം ഒരുക്കി പ്രാർത്ഥിച്ച് ആരുടെ ദൈവമാണ് ആകാശത്തിൽ നിന്നും അഗ്നി ഇറക്കി ഈ യാഗപീഠത്തെ ദഹിപ്പിക്കുന്നു, അവരായിരിക്കും ജീവനുള്ള ദൈവം എന്നുള്ള ഒരു ചിന്തയിൽ അവിടെ ആ മത്സരം ആരംഭിക്കുകയാണ്. മത്സരം എന്ന് തന്നെ നമുക്ക് പറയുവാൻ കഴിയും. അങ്ങനെ രാവിലെ മുതൽ ബാലിൻ്റെ പ്രവാചകന്മാരെല്ലാം ബാൽ എന്ന ദൈവങ്ങളോടുകൂടെ ശക്തമായി പ്രാർത്ഥിക്കുന്നുണ്ട്, ശക്തമായി നിലവിളിക്കുന്നു. പക്ഷേ ഉച്ച കഴിയുന്നതുവരെ യാതൊന്നും സംഭവിക്കുന്നില്ല. ഒടുവിൽ അവർ തളർന്ന് ക്ഷീണിക്കുമ്പോൾ ഇതാ ഏലിയാവിൻ്റെ ഊഴം വന്നു നിൽക്കുകയാണ്. എലിയാവ് അവിടെ യാഗപീഠമൊക്കെ ഒരുക്കി ചുറ്റും വെള്ളമൊക്കെ ഒഴിച്ചു ജീവനുള്ള ദൈവത്തോട് ചില മിനിറ്റുകൾ മാത്രം ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ആ സമയത്ത് തന്നെ സ്വർഗത്തിൽ നിന്നും അഗ്നി ഇറങ്ങി
യാഗപീഠത്തെ മുഴുവൻ ദഹിപ്പിച്ചതായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ശേഷം സംഭവിച്ചത്, ഏലിയാവ് ബാലിന്റെ പ്രവാചകന്മാരെ എല്ലാം പിടിച്ച് വെട്ടിക്കൊന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനാൽ ഇസബേൽ ഏലിയാവിനെ കൊല്ലുവാനായിട്ട് അന്വേഷിക്കുകയാണ്. എന്ത് വില കൊടുത്തും ഏലിയാവിന്റെ ജീവിതത്തെ തകർക്കുക, ഇനി ഏലിയാവ് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കരുത് എന്ന തീരുമാനത്തിൽ സർവ്വവിധ അധികാരങ്ങളുമുള്ള ഇസബേൽ തീരുമാനമെടുക്കുകയാണ്. ഇസബേൽ അതിനായി ഏലിയാവിന്റെ അടുക്കൽ ഒരു ദൂതനെ അയക്കുകയാണ്. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം അയക്കുമ്പോൾ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: നാളെ ഈ നേരത്ത് ഞാൻ നിന്റെ ജീവനെ അവരിൽ ഒരുത്തന്റെ ജീവനെ പോലെ ആക്കുന്നില്ല എങ്കിൽ ദേവന്മാർ എന്നോട് തക്കവണ്ണം അധികവും ചെയ്യുമാറാകട്ടെ എന്ന കൽപ്പന പുറപ്പെടുവിക്കുകയാണ്. ചിന്തിക്കുക, രാജ്യത്തിന്റെ ഭരണസ്ഥാനത്തിരിക്കുന്നവർ ഇപ്രകാരമുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുമ്പോൾ എന്തായിരിക്കും ദൈവമക്കളെ നിങ്ങളുടെ ഉള്ളിലെ ഉണർവ്? എന്തായിരിക്കും നിങ്ങൾ ചിന്തിക്കുക? എന്ത് തീരുമാനമായിരിക്കും കൈക്കൊള്ളുക? നിങ്ങൾ ദൈവനാമത്തിന് വേണ്ടി നിന്നു, ദൈവത്തോടൊപ്പം സഞ്ചരിച്ചു. ഈ ലോകത്തിൽ നിന്നും, നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും, ജോലി സ്ഥലത്തു നിന്നും വളരെ പ്രതികൂലമായ ഒരു ഉത്തരവ് ഉണ്ടാകുകയാണ്. ഒരു പ്രതികൂല അവസ്ഥ നേരിടുകയാണ്. ഒരു പ്രതിസന്ധി വന്ന് നിൽക്കുകയാണ്. നിങ്ങൾ ഇക്കഴിഞ്ഞ കാലമൊക്കെ നീതിയോട് പ്രവർത്തിച്ചവരാകാം, സന്തോഷത്തോടുകൂടെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് വിശുദ്ധമായ ജീവിതം നയിച്ചവരാകാം. പക്ഷെ ഇപ്പോൾ ഇതാ, നിങ്ങൾ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ നിന്നും നിങ്ങൾക്കെതിരായ ഒരു വലിയ അനർത്ഥം വന്ന് നിൽക്കുകയാണ്. ഒരു രോഗമാകട്ടെ, ഒരു സാമ്പത്തിക തകർച്ചയാകട്ടെ, മറ്റുള്ളവരിൽ നിന്ന് ഉപദ്രവങ്ങളാകട്ടെ, ഗോസിപ്പുകളാകട്ടെ, ഇങ്ങനെയുള്ള വലിയ അനർത്ഥങ്ങൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ്. നിങ്ങൾ എന്ത് തീരുമാനമെടുക്കും? നിങ്ങളുടെ മനസ്സിന്റെ ഉണർവ് എന്തായിരിക്കും? ഇവിടെ ഏലിയാവ് ദൈവത്തിന്റെ കരുത്തുള്ള ഒരു പ്രവാചകനായിരുന്നു. വളരെ തീക്ഷ്ണമായി ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു പ്രവാചകൻ. ഈ പ്രവാചകൻ ഇങ്ങനെയുള്ള ഒരു ഉത്തരവ് ലഭിക്കുന്ന മാത്രയിൽ തന്നെ വേദപുസ്തകം പറയുന്നു, ഏലിയാവ് ഇരുന്ന ഇടത്തു നിന്നും എഴുന്നേറ്റ് ഓടുകയാണ്. ജീവരക്ഷയ്ക്കായി പുറപ്പെടുകയാണ്. മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി നടക്കുകയാണ്. ശ്രദ്ധിക്കണേ, മരുഭൂമിയിൽ അവൻ ഒരു ദിവസത്തെ വഴി നടക്കുന്നു. ഒരു ചൂരച്ചെടിയുടെ തണലിൽ ഇരിക്കുന്നു. അവൻ മരിപ്പാൻ ഇച്ഛിക്കുകയാണ്. ഇപ്പോൾ മതി യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തു കൊല്ലണമേ, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലല്ലോ എന്ന് പറഞ്ഞ് ഇവൻ തൻ്റെ ജീവിതത്തെ മറ്റൊരു മേഖലയിലേക്ക് ഇങ്ങനെ എടുത്തു മാറ്റുന്ന ഒരു അനുഭവമാണ്. തൻ്റെ മനസ്സിനെ, തൻ്റെ ജീവിതത്തെ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കേണ്ടുന്ന തൻ്റെ ജീവിതത്തെ ഈ ഒരു ഭീഷണിയുടെ മുമ്പിൽ തളർന്ന് പേടിച്ച് ഇവനിതാ ഇനി മരിച്ചാൽ മതി എന്ന അനുഭവത്തിൽ എത്തി നിൽക്കുകയാണ്. ദൈവത്തോട് പറയുകയാണ്. ഇവന്റെ മനസ്സിൽ എന്തെന്നില്ലാത്ത ആശങ്കകൾ, ഭീതി, ഭയം നിറഞ്ഞു നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. ഇനി എനിക്ക് അധികകാലം ജീവിക്കുവാൻ കഴിയുകയില്ല, കാരണം എന്നെ കൊന്നുകളയും. എല്ലാ റിസോഴ്സും ഉണ്ട്. ഇസബേൽ ഉത്തരവിട്ടു എങ്കിൽ അത് സാധ്യമാകും. അത് ഏലിയാവിന് നല്ലവണ്ണം അറിയാം. ദൈവമേ, അങ്ങയ്ക്ക് വേണ്ടി ഞാൻ നിലകൊണ്ടു, വളരെ ശക്തമായിട്ട് നിലകൊണ്ടു. മറ്റാരും കൂടെ ഇല്ലായിരുന്നപ്പോഴും ഞാൻ ഒറ്റയ്ക്ക് നിന്ന് പോരാടി. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഇതാ ഇപ്പോൾ എൻ്റെ ജീവൻ അപകടത്തിലായിരിക്കുകയാണ്. ഈ സങ്കടത്തോടുകൂടെ ഞാൻ മനസ്സിലാക്കുന്നത്, ഈ ഒരു ദിവസത്തെ വഴി മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു തുള്ളി വെള്ളം പോലും കുടിപ്പാനായിട്ട് തോന്നുന്നില്ല. നമുക്കറിയാമല്ലോ, ജീവിതത്തിൽ ഭയം നേരിടുമ്പോൾ, ഭീതി വരുമ്പോൾ, നാം വലിയ മാനസിക സംഘർഷത്തിലായിത്തീരുമ്പോൾ ഒരു ഡ്രോപ്സ് വെള്ളം പോലും കുടിപ്പാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടാകത്തില്ല. അത്രയധികം നമ്മുടെ മനസ്സിനും ചിന്തകളും ചൂടുപിടിച്ചിരിക്കും എന്നുള്ളതാണ്. ജീവിതത്തിൽ അങ്ങനെയുള്ള അനുഭവത്തിൽ പോയിട്ടുള്ളവർക്ക് അറിയാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ആ അനുഭവത്തിൽ ഇവിടെ ഏലിയാവ് എത്തിപ്പെടുകയാണ്. ബൈബിൾ പറയുന്നു, അങ്ങനെ ചിന്തിച്ച് ക്ഷീണിച്ച് ഏകാന്തതയിൽ വേദനയോടെ ഞരക്കത്തോടെ ഒറ്റപ്പെട്ട ജീവിത അനുഭവത്തിന്റെ നടുവിൽ അവൻ ക്ഷീണത്താൽ ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങി എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നാം എത്ര തന്നെ വലിയ ദൈവവിശ്വാസിയായിരുന്നാലും ചിലപ്പോൾ ഭയം നമ്മെ കീഴ്പ്പെടുത്താറുണ്ട്. ചോദ്യം ഇതാണ്, ഭയത്തിൻ്റെ നടുവിൽ, ഭീതിയുടെ നടുവിൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, നിങ്ങളുടെ മനോഭാവം എന്താണ്? ഭയം നേരിടുമ്പോൾ നാം എന്താണ് സാധാരണ ചെയ്യുന്നത് അഥവാ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പ്രിയമുള്ളവരെ, എനിക്ക് മനഃശാസ്ത്രപരമായി മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത്, അനേകം പേരുടെ ജീവിതത്തിൽ നിന്നും, ഈവൻ സ്വന്തം ജീവിതത്തിൽ നമുക്ക് ചിലപ്പോഴൊക്കെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്, ഭയം നമ്മെ
എല്ലാറ്റിൽ നിന്നും വിട്ട് അകലുമാറാക്കുന്നു എന്നതാണ്. എല്ലാറ്റിൽ നിന്നും, അതായത് നാം ചെയ്തുകൊണ്ടിരുന്ന, നാം വളരെ താല്പര്യത്തോടും അല്ലാതെയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന, ഇഷ്ടത്തോട് ചെയ്തുകൊണ്ടിരുന്ന എല്ലാവற்றைയും വിട്ട് ഒളിച്ചോടുന്ന ഒരു അനുഭവത്തിലേക്ക് ഭയം മനുഷ്യനെ വഴി നടത്തും എന്നുള്ളതാണ്. ഭയം ഉണ്ടാകുമ്പോൾ നാം എല്ലാറ്റിൽ നിന്ന് ഓടി ഒളിക്കുവാൻ ശ്രമിക്കും. മുൻപത്തെ പോലെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകത്തില്ല, ഒന്നിനോട് ഒരു താല്പര്യം ഉണ്ടാകത്തില്ല. ഫ്രണ്ട്സൊക്കെ വന്നാലും നാം എല്ലാറ്റിനും നമ്മെ തന്നെ സ്കിപ്പ് ചെയ്തുകൊണ്ട് നമ്മെ തന്നെ ഒളിപ്പിക്കുന്ന, മറയ്ക്കുന്ന ഒരു അനുഭവത്തിൽ നാം എത്തിച്ചേരാറുണ്ട്. ഇവിടെ ഏലിയാവ് യഹൂദയ്ക്ക് ഉൾപ്പെട്ട ബേർഷേബയിൽ ചെല്ലുകയാണ്. അവിടെ നിന്ന് മരുഭൂമിയിലേക്ക് ഓടിപ്പോവുകയാണ്. ഒന്ന് ചിന്തിക്കുക, വളരെ ഫ്ലറിഷായ ഒരു സ്ഥലത്ത് ശക്തമായി ദൈവത്തിന്റെ വേല ചെയ്ത പ്രവാചകൻ ഇപ്പോൾ ഇതാ അവൻ ബേർഷേബയിലേക്ക്, മറ്റൊരു ദേശത്തേക്ക് അവൻ ഓടിപ്പോകുന്നു. ബൈബിൾ പറയുന്നു, മാത്രമല്ല അവിടെ നിന്ന് മരുഭൂമിയിലേക്ക് ചെല്ലുകയാണ്. നോക്കണേ, മരുഭൂമി എന്ന അവസ്ഥയിലേക്ക് അവൻ മാറ്റപ്പെടുകയാണ്. വേണ്ടി വന്നാൽ മരണം എന്ന ഒളിത്താവളത്തിലേക്ക് ഒളിക്കുവാനും അവൻ ഒരുങ്ങുകയാണ്. എന്തിന് ജീവിക്കണം? ഈ ലോകത്ത് ജീവിച്ചിട്ട് എന്താണുള്ളത്? ഇപ്പോൾ ഇതാ തൻ്റെ ജീവൻ അവസാനിക്കാൻ പോകുന്നു. ഇത്രയും കാലം നീതിപൂർവ്വം താൻ പ്രവർത്തിച്ചു, ദൈവത്തിന്റെ തീഷ്ണതയോടെ നിന്നു, പ്രാർത്ഥിച്ചു, അല്ലെ, ന്യായപ്രമാണങ്ങളെ ധ്യാനിച്ചു, ഒക്കെ ഞാൻ ചെയ്തു. പക്ഷേ ഇപ്പോൾ ഇതാ ഒരു വലിയ ക്രൈസിസിലെത്തി നിൽക്കുകയാണ്. മുന്നിലോട്ട് പോകുവാൻ കഴിയുന്നില്ല. ഒളിച്ചോടിപ്പോയി. ചിന്തിക്കുക, നാമാണ് ആ സ്ഥാനത്തായിരുന്നുവെങ്കിൽ ഒളിച്ചോടിപ്പോയി തൻ്റെ ജീവിതത്തെ ഒന്ന് മരിച്ചു കിട്ടിയാൽ മതി, മരണം എന്ന അനുഭവത്തിലേക്ക് ചെല്ലുകയാണ്. ഈ കാലഘട്ടത്തും മുൻ കാലഘട്ടങ്ങളിലുമൊക്കെ നമ്മുടെ കൂടെ ജീവിച്ചവരിൽ അനേകർ ആത്മഹത്യ ചെയ്ത അനുഭവങ്ങൾക്ക് നമുക്കറിയാമല്ലോ. പത്രങ്ങളിൽ വായിക്കുമ്പോൾ, ഒരു വലിയ തകർച്ച നേരിടുമ്പോൾ, അനർത്ഥം വരുമ്പോൾ, പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ വരുമ്പോൾ സ്വയം നശിപ്പിക്കുന്ന, ജീവിതത്തെ, ജീവനെ നഷ്ടമാക്കി കളയുന്ന അനുഭവങ്ങളുണ്ട്. എല്ലാറ്റിൽ നിന്നും ഒളിച്ചോടുകയാണ്. എല്ലാറ്റിനും തന്നെ മറച്ചു പിടിക്കുക. വേണ്ട, എനിക്കിനി ഈ സമൂഹം വേണ്ട, ഈ കുടുംബം എനിക്ക് വേണ്ട, എൻ്റെ ലൈഫ് പാർട്ട്ണർ വേണ്ട, എൻ്റെ മക്കൾ വേണ്ട, എൻ്റെ മാതാപിതാക്കൾ വേണ്ട. എല്ലാറ്റിൽ നിന്നും ഒരു ഡിറ്റാച്ച്മെന്റ്, അല്ലെ, അറ്റാച്ച്മെന്റിൽ നിന്നും ഡിറ്റാച്ച്മെന്റിലേക്ക് മാറ്റപ്പെടുന്ന ഒരു അനുഭവമാണ്. ഭയമുണ്ടാകുമ്പോൾ വീട്ടിൽ നിന്നും വീട്ടുകാരിൽ നിന്നും അകലും. മാത്രമല്ല TV, വീഡിയോ ഗെയിം, വിനോദങ്ങൾ, ഇവയിൽ നിന്ന് എല്ലാറ്റിനും വിട്ടകലും. ഭക്ഷണം, അതുപോലെ ലൈംഗിക ബന്ധം, വിനോദ പാർട്ടികൾ, ഇതിൽ നിന്നെല്ലാം ഇങ്ങനെ അകന്നുകൊണ്ടേയിരിക്കും. അപ്പോഴാണ് നമ്മൾ വാച്ച് ചെയ്യുന്നത്, ഈ മനുഷ്യന് ഇത് എന്ത് പറ്റി? ഇന്നലകൾ വരെ ഈ കാര്യത്തിലെല്ലാം ഉത്സാഹമുള്ള വ്യക്തിയായിരുന്നു, വളരെ ഉത്സാഹത്തോട് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. പക്ഷേ ഇന്ന് ഒന്നിനും ഒരു താല്പര്യം കാണിക്കുന്നില്ല. ഒരു മൂവി കാണുവാൻ പോകാനായിട്ട് വിളിക്കുന്നു, പക്ഷെ വരുന്നില്ല. ഇന്നലെ വരെ മുൻകൈയെടുത്ത വ്യക്തിയാണ്, ഇന്ന് പുറകിലോട്ട് നിൽക്കുകയാണ്. ഒരു ഭക്ഷണം കഴിക്കുവാനായിട്ട് ഹോട്ടലിൽ പോകാമെന്ന് പറയുന്നു, പക്ഷെ വരുന്നില്ല. ഒരു ടൂർ പ്രോഗ്രാം പോകാൻ പറയുന്നു, പക്ഷെ വരുന്നില്ല. ഒന്നും താല്പര്യമില്ലാതെ തന്നെ മറച്ചു കൊള്ളുന്ന ഒരു അനുഭവം പ്രിയരെ. അതായത് തന്നെ ഭയപ്പെടുത്തുന്നത് നേരിടുവാൻ എന്തും ചെയ്യുവാൻ ഒരുക്കമായിരിക്കുന്ന ഒരു അനുഭവമാണ്. കാരണം ഈ ഒരു ഭയത്തിൽ നിന്നും എനിക്ക് ഒഴിവാകണം, ഈ ഭയത്തിൽ നിന്ന് വിട്ടുമാറണം, എന്നെ ഭയപ്പെടുന്ന, ഭീതിപ്പെടുത്തുന്ന ഈ ഒരു സിറ്റുവേഷൻ എനിക്ക് തരണം ചെയ്യുവാൻ, നേരിടുവാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല, ഇവിടെ നിന്ന് ഒന്ന് മാറിപ്പോകണം. ഒന്ന് ചിന്തിക്കണേ, ദാവീദ് ഒരിക്കൽ ഇപ്രകാരം തൻ്റെ ജീവിതത്തിൽ ഒരുപാട് തൻ്റെ മകനായ അബ്ശലോം തനിക്കെതിരായിട്ട് ഒക്കെ പ്രവർത്തിച്ച് ദാവീദിനെ മറ്റൊരു ലെവലിലേക്ക്, മറ്റൊരു തരംതാണ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുമ്പോൾ, മാത്രമല്ല ശത്രു രാജ്യങ്ങളുടെ പീഡനങ്ങൾ, എല്ലാവിധമായ ദോഷങ്ങളൊക്കെ ഏറ്റുവാങ്ങുന്ന സമയത്ത് ദാവീദ് മുകളിലോട്ട് നോക്കുകയാണ്. കാരണം വലത്തോട്ടോ ഇടത്തോട്ടോ മുന്നിലോട്ടോ പിന്നിലോട്ടോ നോക്കിയാൽ എല്ലായിടത്തും ശത്രുക്കളാണ്. തന്നെ കരുതുവാൻ, തന്നെ ചേർത്ത് പിടിക്കുവാൻ ആരുമില്ലാത്ത അനുഭവമാണ്. ആ സമയത്ത് മുകളിലോട്ട് നോക്കുകയാണ്. നോക്കിയപ്പോൾ ഒരു പ്രാവ് പറന്നു പോവുകയാണ്. ആ പ്രാവിനെ കണ്ടപ്പോൾ ഇപ്രകാരം ദാവീദ് ചിന്തിക്കുകയാണ്, എനിക്ക് പ്രാവിനെ പോലെ ചിറകുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ദൂരത്ത് പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു. ആമേൻ. പ്രിയമുള്ളവരെ, എത്രയോ തവണ നാം ചിന്തിച്ചിട്ടുണ്ട്, ഈ വീട്ടിൽ നിന്ന് മാറിക്കിട്ടിയെങ്കിൽ, അല്ലെ, ഈ വിദേശത്തു നിന്ന് മാറിക്കിട്ടിയെങ്കിൽ, ജീവിതം തകർന്നു, ഈ ജോലി സ്ഥലത്തു നിന്ന് മാറിക്കിട്ടിയെങ്കിൽ, ഇവിടുന്ന് ഒരു ട്രാൻസ്ഫർ കിട്ടിയിരുന്നുവെങ്കിൽ. കാരണം എന്തിനെക്കുറിച്ചുള്ള ഭയം, ഭീതി നിങ്ങളെ അലട്ടുന്നുണ്ട്. എല്ലാറ്റിനും ഒളിച്ചോടുവാനുള്ള ഒരു ടെൻഡൻസി നിങ്ങളെ ഭരിക്കുന്നുണ്ട്. ചോദ്യം ഇതാണ്, എന്താണ് ഇതിന് പരിഹാരം? എനിക്കും നിങ്ങൾക്കുമുള്ളൊരു ചോദ്യം ഇത് തന്നെയാണ്. ജീവിതത്തിൽ ഇങ്ങനെയുള്ള ക്രൈസിസ് വരുമ്പോൾ, ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ വന്നു നിൽക്കുമ്പോൾ എന്താണ് പരിഹാരം? എങ്ങനെ അതിനെ തരണം ചെയ്യുവാനായിട്ട് സാധിക്കും?
നിങ്ങളൊരു ദൈവ പൈതലെങ്കിൽ നിങ്ങൾ ഭയപ്പെടുമ്പോൾ ഒന്നാമത്തെ ചിന്ത മനസ്സിലാക്കണേ, ഗോഡ് കംസ് ബൈ അവർ സൈഡ് എന്നതാണ്. ദൈവം നമ്മുടെ അരികത്ത് വരുന്നു എന്നത് മനസ്സിലാക്കുക. ഈ വേർഡ് നിങ്ങൾ മറന്നു പോകരുത്. ജീവിതത്തിൽ എന്ത് തന്നെ പ്രതിസന്ധി ആകട്ടെ, ദൈവം നിങ്ങളുടെ അരികിൽ വരുന്നു എന്ന സത്യം നിങ്ങൾ മറന്നു പോകരുത്. 1 രാജാക്കന്മാർ 19-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നു, ഏലിയാവ് ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്ന് ഒരു ദൂതൻ അവനെ തട്ടി ഉണർത്തി. അതിനുശേഷം അവിടെ പറഞ്ഞിരിക്കുന്നത്, കനലിന്മേൽ ചുട്ട ഒരു അട, ഒരു തുരുത്തി വെള്ളം. ആമേൻ. പ്രിയമുള്ളവരെ, എല്ലാം തീർന്നു നശിപ്പിക്കുവാൻ, സ്വയം നശിക്കുവാൻ ഒരുങ്ങിയിരിക്കുന്ന ഒരു വ്യക്തിയുടെ അടുക്കൽ വരുന്ന ദൈവ സാന്നിധ്യം. ദൂതൻ വന്ന് തട്ടി ഉണർത്തുകയാണ്. നോക്കിയപ്പോൾ കനലിന്മേൽ ചുട്ട ഒരടയും ഒരു തുരുത്തി വെള്ളം. എത്ര അമേസിങ് പ്രിയമുള്ളവരെ. ചിന്തിക്കുക, ദൈവം അവൻ്റെ അരികിലെത്തുന്ന അനുഭവം. ചോദ്യം ഇതാണ്, എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ നടുവിൽ നമുക്ക് നമ്മുടെ അരികിലെത്തുന്ന ദൈവത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ടോ? ഇല്ല പ്രിയമുള്ളവരെ, നമുക്കത് നോക്കിക്കാണുവാൻ കഴിയുന്നില്ല. കാരണം അതിനേക്കാൾ ഏറെ നമ്മുടെ കൺമുന്നിൽ നിറഞ്ഞു നിൽക്കുന്നത്, മനസ്സിൽ നമുക്ക് നിറഞ്ഞു നിൽക്കുന്നത് നമ്മുടെ പ്രതിസന്ധിയാണ്, ഭയമാണ്, ഭീതിയാണ്. അത് വലിയൊരു മഹാപർവ്വതം പോലെ നിൽക്കുമ്പോൾ നമുക്ക് നമ്മുടെ അരികിൽ വന്ന് നിൽക്കുന്ന ദൈവ സാന്നിധ്യത്തെ നാം കാണാതെ പോവുകയാണ്. ശരിയല്ലേ പ്രിയമുള്ളവരെ? ജീവിതത്തിൽ പലപ്പോഴും പല മേഖലകളിൽ നാം ഇതാണ് ചെയ്യുന്നത്. ചിലതിനെ കണ്ടുകൊണ്ട്, അതിനെ പർവ്വതീകരിച്ചുകൊണ്ട്, അതിനെ ഒരു മഹാപർവ്വതമായി എണ്ണിക്കൊണ്ട് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ചില നന്മകളിലേക്ക് തിരിഞ്ഞു നോക്കുവാൻ, ചില നന്മകളെക്കുറിച്ച് ചിന്തിക്കുവാൻ, പ്രതിസന്ധിയിലെ അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാൻ നാം മറന്നു പോകുന്നു. നാം അത് വിസ്മരിക്കപ്പെടുകയാണ്. ബോധപൂർവമോ അല്ലാതെ നാം അത് വിട്ടുകളയുകയാണ്. അത് ജീവിതത്തിലെ ഒരു വലിയ കുറവാണ് പ്രിയമുള്ളവരെ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ജീവിതത്തിൽ എപ്പോഴും മനസ്സിലാക്കുക, ഏതൊരു പ്രതിസന്ധി നടുവിൽ നിങ്ങൾ ഒരു ദൈവ പൈതലെങ്കിൽ, നീ ഒരു ദൈവ വിശ്വാസി എങ്കിൽ മറന്നു പോകരുത്, ആ വലിയ മഹാപർവ്വതം പോലെയുള്ള പ്രതിസന്ധിയുടെ കഷ്ടതയുടെ നടുവിൽ ഒന്ന് തിരിഞ്ഞു നോക്കുക. നിന്നെ തേടി വന്ന് നിന്റെ അരികിൽ നിൽക്കുന്ന നാഥനെ നിനക്ക് കാണുവാൻ സാധിക്കും. ചിലപ്പോഴൊക്കെ ആ ദൈവം തട്ടി ഉണർത്താറുണ്ട്, നമ്മെ ഒന്ന് വിളിക്കാം, പക്ഷെ നാം ശ്രദ്ധിക്കാറില്ല. നമ്മുടെ ഫോക്കസ് വേറെയാണ്. ചിന്തകൾ മുഴുവനും കാർമേഘത്താൽ നിറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ചുമലിൽ നമ്മുടെ ശരീരം ചൂടുപിടിച്ചിരിക്കുമ്പോൾ, നാം ചിന്തകൾ വ്യാപൃതരായിരിക്കുമ്പോൾ ആരെങ്കിലും നമ്മുടെ ചുമലിൽ വന്നൊന്ന് തട്ടിയാൽ പോലും നാം തിരിച്ചറിയുകയില്ല. വീണ്ടും അവർ തട്ടുകയാണ്. വീണ്ടും ഒന്ന് ശക്തമായി തട്ടുമ്പോഴായിരിക്കും നമ്മൾ തിരിച്ചറിയുന്നത്. ശരിയല്ലേ പ്രിയമുള്ളവരെ? ഇത് തന്നെയാണ് ക്രൈസ്തവ വിശ്വാസികളുടെ ജീവിതത്തിന് സംഭവിക്കുക. ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു ദൈവ പൈതൽ ഒരു പ്രതിസന്ധിയിൽ അകപ്പെടുമ്പോൾ നിശ്ചയമായും ദൈവം ആ മനുഷ്യനെ, ആ മകളെ തേടി വരും, നിങ്ങളുടെ ചുമലിൽ തട്ടും, തട്ടി ഉണർത്തും. നിന്റെ ചിന്തകൾ, നിന്നെ ഭരിച്ചിരിക്കുന്ന ചിന്തകൾ, ആ മയക്കത്തിൽ നിന്ന് നിന്നെ തട്ടി ഉണർത്തുവാൻ, ആ ഭീതിയിൽ തട്ടി ഉണർത്തുവാൻ ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ അരികിലുണ്ടാകും. മറന്നു പോകരുതേ. ഭയത്തിന്റെ നടുവിൽ, ഏകാന്തതയിൽ ദൈവം ഏലിയാവിന് ആശ്വാസവും ശക്തിയും നൽകുകയാണ്. പ്രിയമുള്ളവരെ, ദൈവം നമ്മുടെ ആശ്വാസം നൽകുന്ന ദൈവം, നമ്മളെ സഹായിക്കുന്നവൻ, നമുക്ക് ബലം നൽകുന്ന ദൈവമാണ്. മറന്നു പോകരുത്. അതെങ്ങനെയെന്നറിയാമോ? എനിക്ക് അത് ഫീൽ ചെയ്തിട്ടുള്ളത്, എനിക്ക് കടുത്ത പനിയായി, കടുത്ത പനി ബാധിച്ച് ഞാൻ കിടക്കയിലാണെന്ന് ചിന്തിക്കുക. അങ്ങനെ ആയിരുന്ന സമയങ്ങളുണ്ട് പ്രിയമുള്ള, എത്രയോ പ്രാവശ്യം. അങ്ങനെ ഞാൻ രോഗിയായി കിടക്കുമ്പോൾ എനിക്കിതുപോലത്തെ ഒരു ആശ്വാസം ശക്തിയും കിട്ടിയത് ആരിൽ നിന്നറിയാമോ? ഞാൻ ക്ഷീണിതനായി പനിച്ചുറച്ചു കിടക്കുമ്പോൾ എൻ്റെ അമ്മ എൻ്റെ അരികിൽ വന്നിരുന്ന് എൻ്റെ തലയിൽ, എൻ്റെ നെറ്റിയിൽ ഇങ്ങനെ തലോടിയ ശേഷം പനിയൊക്കെ ഉണ്ടോയെന്ന് ഇങ്ങനെ ശരീരം മുഴുവനും കൈവച്ച് നോക്കും. ആ സമയത്തുണ്ടാകുന്ന ഒരു ആശ്വാസമുണ്ടല്ലോ പ്രിയമുള്ളവരെ. പെറ്റമ്മ വന്ന് നമ്മെ ഇങ്ങനെ ആശ്വസിപ്പിച്ച് തലോടി, പനി ഉണ്ടോ എന്ന് നോക്കുന്നു, നമുക്ക് മസാജ് ചെയ്ത് തരുന്നു, നമുക്ക് ആവശ്യമായ പരിചരണം ചെയ്യുന്നു, ചൂട് കാപ്പിയിട്ട് തരുന്നു, റസ്കോ ബിസ്ക്കറ്റോ ഒക്കെ നമുക്ക് തരുന്നു. എത്ര സന്തോഷം പ്രിയമുള്ളവരെ, എത്ര ആശ്വാസം കിട്ടും. ആ സമയത്ത് നമ്മുടെ ബാങ്ക് ബാലൻസോ, നമ്മുടെ ജോലിയോ, നമ്മുടെ വേറെ ഫീലിങ്സോ, അല്ലെ, ഈ ലോകപ്പുറം മോഹം ഒന്നും നമ്മുടെ മനസ്സിൽ കാണുകയില്ല. നമ്മുടെ പ്രതിസന്ധി, രോഗം ഇങ്ങനെ കീഴ്പ്പെടുത്തി വെച്ചിരിക്കുക. നമ്മുടെ ജീവിതത്തെ മുഴുവൻ എണീക്കുവാൻ കഴിയുന്നില്ല, സംസാരിക്കുവാൻ കഴിയുന്നില്ല, നമ്മുടെ ചിന്തിക്കുവാൻ കഴിയുന്നില്ല. ഈ ഒരു അനുഭവത്തിലിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വേറെ ഒന്നും നമ്മുടെ മനസ്സിൽ വരികയില്ല. ആ സമയത്ത് നമ്മുടെ അരികിൽ വരുന്ന അമ്മയുടെ കരമുണ്ട്, നമ്മുടെ ശരീരത്തെ തൊടുന്ന അമ്മയുടെ ആ ആശ്വസിപ്പിക്കുന്ന കരം, അമ്മയുടെ കെയർ, കരുതൽ പ്രിയമുള്ളവരെ.
ഇതുപോലെയാണ് ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ, ദൈവവിശ്വാസിയുടെ ജീവിതത്തിൽ ദൈവം ഇറങ്ങി വരുന്നത്. ആമേൻ. ദൈവം ഇറങ്ങി വന്ന് ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തുന്നത് എന്ന ചിന്ത നമ്മൾ മറന്നു പോകരുത് പ്രിയമുള്ളവരെ. അങ്ങനെയെങ്കിൽ ഒന്നാമത്തെ ചിന്ത ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നാം ഒരു പ്രതിസന്ധിയിൽ ഭയം നമ്മെ നേരിടുമ്പോൾ, ഭീതി നേരിടുമ്പോൾ ദൈവം നമ്മുടെ അരികത്ത് വരുന്നു എന്നതാണ്. രണ്ടാമത്തെ ചിന്ത, 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം 8-ാം വാക്യത്തിൻ്റെ 2-ാമത്തെ ഭാഗം തുടങ്ങി 10-ാം വാക്യം വരെ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നു, ആഹാരത്തിൻ്റെ ബലം കൊണ്ട് 40 പകലും 40 രാവും ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബോളം നടന്നു എന്നതാണ്. പ്രിയരെ, രണ്ടാമത്തെ ചിന്ത, ഭയം നമ്മെ നിശ്ചലമാക്കുമ്പോൾ ദൈവം നമ്മെ ചേർത്ത് പിടിക്കുന്നു എന്ന് മനസ്സിലാക്കുക. ഹല്ലേലൂയ, ആമേൻ. ഫിയർ ഐസൊലേറ്റ് അസ്, ഗോഡ് ഡ്രോസ് അസ് ടു ഹിംസെൽഫ്. നമ്മെ ഐസൊലേറ്റ് ചെയ്യുന്ന ഒരു അനുഭവമുണ്ട്. ഫിയർ, ഭയം നമ്മെ നിശ്ചലമാക്കി, നമ്മെ ഫ്രീസ് ചെയ്ത് നിർത്തിയിരിക്കുമ്പോൾ ഒരു ചൂട്, അല്ലെ, ഒരു ദൈവികമായ ചൂട് നമുക്ക് അനുഭവിപ്പാൻ സാധിക്കും. അതായത് ദൈവം നമ്മെ തന്നോട് ചേർത്ത് പിടിക്കുന്ന ഒരനുഭവം. ഒന്ന് ചിന്തിച്ച് നോക്കണേ പ്രിയമുള്ളവരെ. ഞാൻ എൻ്റെ ജീവിതത്തിലൊക്കെ ഒരുപാട് തവണ ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. പ്രതിസന്ധികൾ, വിഷമതകളൊക്കെ വരുമ്പോൾ എന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു കർത്താവിൻ്റെ സാന്നിധ്യം, എന്നെ ആലിംഗനം ചെയ്ത് തന്നോട് ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമുണ്ടല്ലോ പ്രിയമുള്ളവരെ. ഞാൻ when I used to read the Bible, ഏത് പുസ്തകം ഞാൻ വായിക്കുമ്പോഴൊക്കെ ആ ഒരു ചൂടിൻ്റെ അനുഭവം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. മുട്ടുമേന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഒരു ദൈവത്തെ മഹത്വപ്പെടുന്ന ഒരു പാട്ട് ഞാൻ കേൾക്കുമ്പോൾ കർത്താവ് തന്നോട് എന്നെ ചേർത്ത് പിടിക്കുന്ന അനുഭവങ്ങൾ എത്രയോ 1000 തവണ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്ന ഭയം നിങ്ങളെ ഭരിക്കുമ്പോൾ കർത്താവ് നിങ്ങളെ ചേർത്ത് പിടിക്കുമെന്നതാണ്. ഇവിടെ ഏലിയാവിന് ദൈവം ഒരു സൂപ്പർ നാച്ചുറൽ ഫുഡ് കൊടുക്കുകയാണ്. ഞാൻ ആ വേർഡ് യൂസ് ചെയ്യും, സൂപ്പർ നാച്ചുറൽ ഫുഡ്. എന്താണ് ഈ സൂപ്പർ നാച്ചുറൽ ഫുഡ്? കാരണം കൊടുത്തത് കനലിന്മേൽ ചുട്ട ഒരടയും, പിന്നെ കൊടുത്തത് എന്താണ്? ഒരു തുരുത്തി വെള്ളം. എത്ര ദിവസം സർവൈവ് ചെയ്യും? എത്ര ദിവസം നിങ്ങൾ അതിജീവിക്കും? എത്ര ദിവസം നിങ്ങൾ ജീവിക്കും? ഇവിടെ ബൈബിൾ പറയുന്നു, ഈ ആഹാരത്തിൻ്റെ, ഈ അല്പ ആഹാരത്തിൻ്റെ ബലം കൊണ്ട് ഏലിയാവ് 40 പകലും 40 രാവും ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബോളം നടന്നു എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ ആ വേർഡ് യൂസ് ചെയ്ത് സൂപ്പർ നാച്ചുറൽ ഫുഡ് എന്നുള്ളത്. ഇറ്റ്സ് എ മിറക്കിൾ. അതൊരു അത്ഭുതമാണ് പ്രിയമുള്ളവരെ. ഒരു ദോശയും ഒരു ഗ്ലാസ് വെള്ളവും കുടിച്ചുകൊണ്ട് 40 ദിവസം നിങ്ങൾക്ക് ജീവിക്കുവാൻ കഴിയുമോ? വിത്തൗട്ട് വാട്ടർ, വിത്തൗട്ട് ഫുഡ്. ഇന്ന് ഞാൻ ഒരു ദോശ കഴിച്ചു, ഒരു കപ്പ് വെള്ളം കുടിച്ചു. ഇനി 40 രാവും 40 പകലും ഒരു തുള്ളി വെള്ളം പോലും പാനം ചെയ്യാൻ നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ കഴിയുമോ? ചോദ്യമാണ്. ഏലിയാവ് ജീവിച്ചു. അവൻ ഒരു സ്ഥലത്തിരിക്കുക മാത്രമല്ല, ദൈവത്തിൻ്റെ പർവ്വതം ഹോരേബോളം നടന്നു എന്നുള്ളതാണ്. മേ ബി ഒരു വീട്ടിൽ നമുക്ക് ഒരു സ്ഥലത്ത് വെള്ളം കുടിക്കാതെ നമുക്ക് വേണമെങ്കിൽ 2 days അതിജീവിക്കാൻ കഴിയുമായിരിക്കും. ഫുഡ് കഴിച്ചില്ലെങ്കിൽ വെള്ളം വളരെ അനിവാര്യമാണ്. നിർജ്ജലീകരണം വന്നു കഴിഞ്ഞാൽ നമ്മൾ കുഴഞ്ഞു വീഴും. ഇവിടെ സംഭവിക്കുന്നത്, ഏലിയ വെറുതെ ഇരിക്കുകയല്ല, നടക്കുകയാണ്. 40 രാവ് പകലും ദൈവത്തിൻ്റെ ഹോരേബോളം നടക്കുകയാണ്. രാത്രിയും പകലും അവൻ നടക്കുകയാണ്. ആഹാരത്തിൻ്റെ, ദൈവം നൽകുന്ന ആഹാരത്തിൻ്റെ ശക്തി നോക്കുക. ആമേൻ, പ്രൈസ് ഗോഡ്. പ്രിയമുള്ളവരെ, ഇവിടെ ഞാൻ ഒരു സത്യം തുറന്നു പറയട്ടെ. ദൈവം നൽകുന്ന അല്പം, ലോകം നൽകുന്ന ബൃഹത്തായ ഒരു നന്മയല്ല, ഒരു റിസോഴ്സ് അല്ല. അത് നമുക്ക് ഒരിക്കലും ഒരുപക്ഷെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. വേദപുസ്തകം എന്നും ദൈവം നൽകുന്ന ഒരു ചെറിയ ക്വാണ്ടിറ്റി, ഒരു ചെറിയ റിസോഴ്സ്, അത് മതിയാകും ബഹുദൂരം ജീവിതത്തിൽ, ചില സമയത്ത് ജീവിതത്തിന് അവസാനം വരെ യാത്ര ചെയ്യുവാനായിട്ട് അത് മതിയാകും. ഒരല്പധനമാകാം, അല്പശക്തിയാകാം, ഒരു ചെറിയ കുടുംബമാകാം, ഒരു ചെറിയ ഭവനമാകാം, ഒരു ചെറിയ വാഹനമാകാം. ദൈവം അതിൽ നിങ്ങളെ വഴി നടത്തും പ്രിയമുള്ളവരെ. ദൈവം കൈവിടുകയില്ല. ഒരു ചെറിയ ജോബാകാം, ചെറിയ ശമ്പളമാകാം. ബട്ട് ഗോഡ് വിൽ ലീഡ് യു ആൻഡ് പ്രൊട്ടക്ട് യു. ദൈവം നിങ്ങളെ പരിപാലിക്കും, ദൈവം നിങ്ങളെ വഴി നടത്തും. വിശ്വസിക്കുക പ്രിയമുള്ളവരെ. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ആമേൻ. ദൈവം നമ്മെ കൈവിടുന്നില്ല. ദൈവം തന്നോട് ചേർത്ത് പിടിക്കുന്ന ഒരനുഭവം. ചിന്തയിലേക്ക് മടങ്ങി വരാം. ഇവിടെ ഹോരേബോളം ചെല്ലുന്ന ഏലിയാവിനെ ദൈവം ചേർത്ത് പിടിക്കുന്ന ഒരനുഭവമുണ്ട്. ഈ ഹോരേബ് പർവ്വതത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? ദൈവം മോശയോട് സംസാരിച്ച ഇടമാണ്. ഹല്ലേലൂയ.
ദൈവം മോശയോട് സംസാരിച്ച ഹോരേബ് പർവ്വതത്തോളമാണ് ആര് നടക്കുന്നത്? ഈ ഏലിയാവ് നടക്കുന്നത്. എന്നിവിടെ ചിന്തിപ്പിച്ചത്, പ്രിയമുള്ളവരെ, എപ്പോഴാണോ ദൈവ സാന്നിധ്യം അനുഭവിച്ചത്, ദൈവത്തിന്റെ ശബ്ദം കേട്ടത്, ആ സമയത്ത് ഏലിയാവ് ദൈവത്തിന്റെ അടുക്കലോളം ചെല്ലിയത്. മോശ തൻ്റെ പൂർവ്വപിതാക്കന്മാർ നടന്ന കാലഘട്ടം, തൻ്റെ പൂർവ്വപിതാക്കന്മാർ സഞ്ചരിച്ച ആ അനുഭവത്തിലൂടെ ഏലിയാവ് നടക്കുകയാണ്. ആ ദൈവം മോശയോട് സംസാരിച്ച അതേ സ്ഥാനം വരെ ആ പർവ്വതത്തോളം നടക്കുകയാണ്, ദൈവത്തിന്റെ അടുക്കലോളം ചെല്ലുകയാണ്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ദൈവം ഏലിയാവിനെ ചേർത്ത് പിടിക്കുകയാണ്. അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഒരു വലിയ കൊടുങ്കാറ്റുണ്ടാകുന്നു, ഒരു ഭൂകമ്പം ഉണ്ടാകുന്നു, ഒരു തീ ഉണ്ടാകുന്നു. ഇവയിലൊന്നും ദൈവം ഇല്ലായിരുന്നു. ആമേൻ. എക്സ്പെക്റ്റേഷൻസ് അല്ലേ? ചില സമയത്ത് നാം ഒരു വലിയ പ്രതിസന്ധിയുടെ നടുവിൽ നമ്മെ തേടി വരുന്ന ദൈവത്തെ ഓർത്ത് കാത്തു നിൽക്കും. നാം ചിന്തിക്കുന്ന, ഇപ്പോൾ ഇതാ ഒരു വലിയ മിറക്കിൾ സംഭവിക്കാൻ പോകുന്നു. ദൈവത്തിന്റെ അടുക്കലോളം ചെന്നാൽ, ദൈവത്തിന്റെ അടുക്കൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു വലിയ മിറക്കിൾ സംഭവിക്കും. ഇതാ ഒരു വലിയ അത്ഭുതം. രാത്രി പകലാകും, പകൽ രാത്രിയാകുന്നു, അല്ലെങ്കിൽ രോഗത്തെ എടുത്തു മാറ്റി വലിയൊരു സൗഖ്യം തരും. ഇങ്ങനെയൊക്കെ പ്രതീക്ഷ കൂടായിരിക്കും നമ്മൾ ചെല്ലുന്നത്, അല്ലെ? ദൈവം നമ്മെ തട്ടി ഉണർത്തുമ്പോൾ ദൈവദാസൻ എന്ന് പറയുകയാണ്, മകളെ നീ പ്രാർത്ഥിക്കുക, ദൈവ അത്ഭുതം പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ, നിങ്ങൾ നഷ്ടമായി പോയ സമ്പത്തിന് പകരം എന്താണ്, ഒരു 10 മടങ്ങ് അനുഗ്രഹം ഇതാ എവിടെ കൂടെ ഒരു ലോട്ടറി വഴിയാ എന്തോ ഇങ്ങനെ വരാൻ പോകുന്ന മാജിക്, അല്ലെ? മാജിക് ആകുന്ന ഒരു മിറക്കിൾ, അതായിരിക്കും നിങ്ങൾ പ്രതീക്ഷിക്കുക. ഇവിടെ മേ ബി ഏലിയാവ് അതായിരിക്കും പ്രതീക്ഷിച്ചത്. തൻ്റെ പ്രതിസന്ധികളെല്ലാം ദൈവം എടുത്തു മാറ്റുവാൻ പോകുന്നു, തൻ്റെ പ്രതികൂലങ്ങൾ എടുത്തു മാറ്റുവാൻ പോകുന്നു. ഇതാ ദൈവം മഹത്വപ്പെടുവാൻ പോകുന്നു. തന്നെ ശ്രദ്ധിക്കണേ, തന്നെ ഉപദ്രവിച്ച, തന്നെ വേദനിപ്പിച്ച, കൊല്ലുവാനായിട്ട് ഓർഡറിട്ട ഇസബേലിനെ ദൈവം ഇതാ ഈ ഭൂമുഖത്ത് നീക്കം ചെയ്യുവാൻ പോകുന്നു. ആഗാമിനെ തകർത്ത് കളയാൻ പോകുന്നു. ഇതാ ദൈവം മഹത്വപ്പെടുവാൻ പോകുന്നു. ഏലിയാവായ തന്നെ ഇതാ അവിടെ സർവ്വജാതികൾക്ക് മീതെ ഉന്നതനാക്കുവാൻ പോകുന്നു എന്ന ഒരു മാജിക്കിന് വേണ്ടി ഒരുപക്ഷെ എക്സ്പെക്ട് ചെയ്ത് നിന്നിട്ടുണ്ടായിരിക്കാം. ഇവിടെ ഒരു ഭൂകമ്പമുണ്ടായി, ഒരു കൊടുങ്കാറ്റുണ്ടായി, അഗ്നിയുടെ അനുഭവം ഉണ്ടായി. പക്ഷേ അതിലൊന്നും ദൈവമില്ലായിരുന്നു. ആമേൻ. ദൈവമില്ലായിരുന്നു. പലപ്പോഴും നമ്മുടെ ഇമാജിനേഷൻ, നമ്മുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് ദൈവം പ്രവർത്തിക്കണമെന്നില്ല. പകരം ഇവിടെ സംഭവിച്ചത്, ദൈവം ഒരു ബിഗ് ഷോ കാണിക്കുന്നില്ല. നമ്മൾ പലപ്പോഴും ഒരു ബിഗ് ഷോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണ്, ഒരു വലിയ കാഴ്ചയ്ക്ക് വേണ്ടി, അല്ലേ? ഒരു വലിയ ബിഗ് ഷോ ഇവിടെ നടക്കണം, എൻ്റെ ഈ കുടുംബത്തിൽ എന്നെ തകർത്ത, എന്നെ വേദനിപ്പിച്ച ഒരു ഷോ, അല്ലേ? അല്ലെങ്കിൽ ഈ ദേശത്ത് നടക്കണം, എന്നെ വേദനിപ്പിച്ച, എന്നെ ദുഃഖിപ്പിച്ച അയൽവാസിയുടെ ജീവിതത്തിൽ ഇവിടെ ദൈവം ഒരു വലിയ ബിഗ് ഷോ കാണിക്കണം. പക്ഷെ ദൈവം പറയുന്നു, ശ്രദ്ധിക്കണേ, ദൈവം പറയുന്നു, എലിയാവേ, ഞാനിവിടെ നിന്റെ അരികിലുണ്ട്. ആമേൻ. ഒരു മൃദുവായ ശബ്ദം കേൾപ്പിക്കുകയാണ്. ദൈവം ഒരു മൃദുവായ ശബ്ദം, ആ ശബ്ദത്തിൽ ദൈവം ഉണ്ടായിരുന്നു. ദൈവം പറയുന്നു, എലിയാവേ, നിന്റെ അരികിൽ ഞാനുണ്ട്. ഞാനൊരു വലിയ ബിഗ് ഷോ ഒന്നും ഞാൻ കാണിക്കുവാൻ പോകുന്നില്ല. ശ്രദ്ധിക്കണേ, ഏലിയാവിനോട് ദൈവം പറയുന്നു, ഞാനൊരു വലിയ ഷോ ഒന്നും ഞാൻ കാണിക്കുവാൻ പോകുന്നില്ല. നീ ഭയപ്പെടുന്ന കാര്യത്തെ എടുത്തു മാറ്റുവാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ ഇന്നത്തെ സന്ദേശത്തിന്റെ കാതലായ ഭാഗമാണ്. ഞാനൊരു ബിഗ് ഷോ, ഒരു മാജിക്കോ, ഒരു മിറക്കിളോ ഞാൻ നിനക്ക് വേണ്ടി കാണിക്കുവാൻ പോകുന്നില്ല. നീ ഭയപ്പെടുന്ന പ്രതിസന്ധിയെ എടുത്തു മാറ്റുവാനും ഞാൻ പോകുന്നില്ല. ശ്രദ്ധിച്ചു കേൾക്കണേ, എടുത്തു മാറ്റുവാൻ, നീക്കിക്കളയുവാനും ഞാൻ പോകുന്നില്ല. നീ ചുമക്കുന്ന ഭാരത്തെ ഞാൻ എടുത്തു മാറ്റുവാനും പോകുന്നില്ല. പക്ഷേ ഞാൻ ഒന്ന് വാഗ്ദത്തം ചെയ്യുന്നു, നിന്റെ അരികിൽ നിന്നോടൊപ്പം ഞാൻ എന്നും ഉണ്ടാകും. ഹല്ലേലൂയ, ആമേൻ. നിന്റെ അരികിൽ നിന്നോടൊപ്പം ഞാൻ എന്നും ഉണ്ടാകും. ആമേൻ. പൗലോസിനോട് പറഞ്ഞ എന്താ പുതിയ നിയമത്തിൽ? മകനെ, എൻ്റെ കൃപ നിനക്ക് മതി. എൻ്റെ കഷ്ടത നീങ്ങിക്കിട്ടുവാൻ, എൻ്റെ ഭാരം നീങ്ങിക്കിട്ടുവാൻ, എൻ്റെ വേദനകൾ മാറിക്കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിച്ച, 3 വട്ടം ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ച പൗലോസിനോട് പറയുകയാണ്, ഭക്തനായ പൗലോസ് പറയുകയാണ്, മകനെ, എൻ്റെ കൃപ നിനക്ക് മതി. അതേ ശബ്ദമല്ലേ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇതാ ഏലിയാവിന്റെ ചെവിയിൽ മുഴങ്ങിയ ദൈവം കേൾപ്പിച്ചത്? മകനെ, ഞാൻ നിന്നോട് കൂടെ നിന്റെ അരികിലുണ്ടാകും. നീ പ്രതീക്ഷിക്കുന്നൊന്നും ഇവിടെ സംഭവിക്കുകയില്ല, പക്ഷെ ഞാൻ നിന്നോട് കൂടെ ഉണ്ടാകും. ഞാൻ ഈ വേദഭാഗം ധ്യാനിക്കുമ്പോൾ
എന്നെ ഏറ്റവും അധികം ചിന്തിപ്പിച്ച ഒരു ഭാഗമാണ്. ഞാൻ ഒരുപാട് ദൈവത്തിന് നന്ദി പറഞ്ഞു. കർത്താവേ, ഞാനും പഴയ നാളുകളിൽ, മുൻ നാളുകളിൽ എത്രയോ പ്രാവശ്യം എൻ്റെ ഈ പ്രതിസന്ധി എടുത്ത് മാറ്റണമേ, എൻ്റെ ദുഃഖങ്ങളെ മാറ്റണം, വേദനകളെ മാറ്റണം എന്നൊക്കെ ദൈവത്തോട് പ്രാർത്ഥിച്ച് കാത്തിരുന്ന അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. ഒരു വലിയ ബിഗ് ഷോ ദൈവം കാണിക്കുവാൻ പോകുന്നു, ഒരു മിറക്കിൾ, ഒരു മാജിക് ദൈവം കാണിക്കുവാൻ പോകുന്നു, കാണിക്കും എന്ന വിശ്വാസത്തിൽ. പക്ഷേ ആ സമയത്തൊക്കെ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ശബ്ദമല്ലേ വാസ്തവത്തിൽ ദൈവം എന്നെ കേൾപ്പിച്ചത്? ഇതല്ലേ എന്നെ മനസ്സിലാക്കുവാനായിട്ട് ദൈവം ഇക്കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ദൈവം ചിന്തിച്ചത്, എന്നോട് സംസാരിച്ചത്, ദൈവം ആഗ്രഹിച്ചത്? മകനെ, ഈ പ്രശ്നങ്ങൾ നീ എടുത്തു മാറ്റാൻ പോകുന്നില്ല, പക്ഷേ ഐ വിൽ ബി വിത്ത് യു ടിൽ യുവർ ലാസ്റ്റ് ബ്രെത്ത്. ആമേൻ. നിന്റെ ജീവിതത്തിന് അവസാനം വരെ നിന്റെ അരികിൽ ഞാനുണ്ടാകും. പോരെ പ്രിയമുള്ളവരെ, ആമേൻ. പോരെ, നമ്മുടെ അപ്പൻ നമ്മോട് കൂടെ ഉണ്ടാകുമെന്ന വാഗ്ദത്തം. ഒരു കൊച്ചു പൈതൽ എന്നോട് കൂടെ അപ്പൻ കൂടെ ഉണ്ടെങ്കിൽ ആ കുഞ്ഞിന് എന്താണ് കുറവ്? പ്രിയമുള്ളവരെ, ഒന്നിനെയും പിടിക്കേണ്ട കാര്യമില്ല. എൻ്റെ അപ്പൻ എന്നോട് കൂടെയുണ്ട്. 5 വയസ്സായ ഒരു കുട്ടി, 10 വയസ്സായ കുട്ടി പറയും, എൻ്റെ അപ്പൻ, എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ട്, എനിക്ക് ഒന്നിനും കുറവില്ല. 23-ാം സങ്കീർത്തനം, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകുകയില്ല. ഹല്ലേലൂയ, ആമേൻ. എനിക്ക് ഒന്നിനും മുട്ടുണ്ടാകുകയില്ല. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവമാണ്. ദൈവം വാഗ്ദത്തം ചെയ്യുന്നു, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ദൈവം ഏലിയാവിനെ ചേർത്ത് പിടിക്കുകയാണ്. എത്ര അത്ഭുതാവഹം പ്രിയമുള്ളവരെ. ഞാൻ ഒരുപാട് കൊതിക്കുകയാണ്, ഞാൻ ഒരുപാട് ആഗ്രഹിക്കുകയാണ്. ദൈവമേ, എന്നെ അവിടുന്ന് ചേർത്ത് പിടിക്കണം. ഇത് മാത്രം മതി പ്രിയമുള്ളവരെ. നമ്മുടെ പ്രാർത്ഥനയുടെ രൂപവും ഭാവവും മാറേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, പലപ്പോഴും നാം പ്രാർത്ഥിക്കുന്നത് ഈ പ്രതിസന്ധി, ഈ വേദനകൾ, ഈ ദുഃഖത്തെ വേരോടെ പിഴുതു മാറ്റണമേ എന്ന് നാം പ്രാർത്ഥിച്ചു വരുന്നു എങ്കിൽ ഇപ്പോൾ ഒന്ന് മാറ്റി പ്രാർത്ഥിച്ചേ, ദൈവമേ, എന്നെ അവിടെ നിന്ന് ചേർത്ത് പിടിക്കണമേ. ഹല്ലേലൂയ. ഈ അഗ്നിയുടെ നടുവിൽ, ഈ വലിയൊരു വനാന്തര ജീവിതയാത്രയിൽ, മരുഭൂമിയുടെ നടുവിൽ, മരുഭൂമി പോലുള്ള ജീവിതയാത്രയിൽ, സമുദ്രത്തിലൂടെ നടക്കേണ്ടി വരുന്ന ഒരു അനുഭവത്തിന്റെ നടുവിൽ ദൈവമേ, അങ്ങനെ ചേർത്ത് പിടിക്കണമേ. ഇതാകണം നിങ്ങളുടെ പ്രാർത്ഥന. കർത്താവേ, അടിയങ്ങളെ ചേർത്ത് പിടിക്കണമേ. ആ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടോ? പ്രിയമുള്ളവരെ, നിന്റെ അരികിൽ നിന്നോടൊപ്പം ഞാനുണ്ട് എന്ന ശബ്ദം. ഏറ്റവും ഒടുവിലായി 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 17 വരെ വായിക്കുമ്പോൾ ഇവിടെ കാണുവാൻ കഴിയുന്നത്, യഹോവ ഏലിയാവിനോട് അരുളി ചെയ്തത്, നീ പുറപ്പെട്ട് ദമശ്കെക്കിന്റെ മരുഭൂമി വഴിയായി മടങ്ങി പോക എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 3-ാമത്തെ ചിന്ത, ഭയം നമ്മോട് പറയുന്നു നിശ്ചലമാകുക. ദൈവം നമ്മോട് പറയുന്നു, നീ മുന്നോട്ട് യാത്ര ചെയ്യുക. ആമേൻ. ഭയം നമ്മോട് കാതിൽ മന്ത്രിക്കുകയാണ്, നമ്മുടെ ബോധമണ്ഡലത്തിൽ പറയുകയാണ്, ഭയം പറയുകയാണ്, അല്ലയോ മനുഷ്യ, ആത്മാവേ, നീ ഇവിടെ നിൽക്ക്, നിനക്കിനി മുന്നോട്ട് പോകാൻ കഴിയുകയില്ല, നീ തീർന്നു, നിന്റെ ജീവിതം ഇവിടെ അവസാനിക്കുവാൻ പോവുകയാണ്. പക്ഷെ ദൈവം പറയുന്നു, ഇല്ല, നീ മുന്നോട്ട് യാത്ര ചെയ്യുക. യു ആർ ഗോയിങ് ടു സീ ഗ്രേറ്റ് തിങ്സ്. നീ ചില കാര്യങ്ങൾ, കാഴ്ചകൾ, നിന്നെ നടത്തുന്ന വിധങ്ങൾ നീ കാണുവാൻ പോവുകയാണ്. നീ മുന്നോട്ട് യാത്ര. നീ ഇവിടെ നിൽക്കേണ്ടുന്നവനല്ല, നീ ഇവിടെ നിശബ്ദനാകേണ്ടുന്നവനല്ല, ഇവിടെ നിശ്ചലനായി നിൽക്കേണ്ടുന്നവനല്ല. നീ മുന്നോട്ട് തന്നെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുക. ഒരു ദൈവവിശ്വാസിയുടെ യഥാർത്ഥമായ ജീവിതം എന്ന് പറയുന്നത് മുന്നോട്ട് യാത്ര ചെയ്യുന്ന അനുഭവമാണ്. ഒരിടത്ത് നിശ്ചലമായി നിൽക്കുവാനല്ല ദൈവം നമ്മെ നിർത്തിയിരിക്കുന്നത്. പ്രതിസന്ധികൾ കണ്ട് അതിനെക്കുറിച്ച് ചിന്തിച്ച് മനസ്സ് ഭാരപ്പെടുത്തി നമ്മുടെ മനസ്സിനെ ഡെസ്പാക്കി അതിനെക്കുറിച്ച് തന്നെ എപ്പോഴും തിങ്ക് ചെയ്ത് അങ്ങനെ അവിടെ കെട്ടപ്പെട്ട ബന്ധനത്തിൽ കിടക്കുവാനല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. ദൈവം പറയുന്നു, നീ മുന്നോട്ട് യാത്ര ചെയ്യും. ഞാൻ നിന്റെ അരികിലുണ്ട്. ഞാൻ പറഞ്ഞില്ലേ കൂടെ ഉണ്ടാകും. നീ നടക്ക് മുന്നോട്ട്. പ്രിയമുള്ളവരെ, ദൈവം ഏലിയാവിനോട് പറയുകയാണ്, മടങ്ങിപ്പോക. എവിടെ മടങ്ങിപ്പോകാനാ പറയുന്നത്? എന്നെ ചിന്തിപ്പിച്ച ഒരു ഭാഗം പ്രിയമുള്ളവർ, എവിടെയാ മടങ്ങിപ്പോകാൻ പറയുന്നത്? എന്തിനെ പേടിച്ച്, എന്തിനെ ഭയപ്പെട്ടാണോ ഏലിയാവ് ഓടി വന്നത് മരുഭൂമിയിലേക്ക്, അതിലേക്ക് മടങ്ങിപ്പോകാനാ പറയുന്നത്. എത്ര നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്നുണ്ടോ? നീ ആരെ പേടിച്ചാണോ നീ ഓടിയെന്ന്, നീ അവിടെ പോ. ആമേൻ. ഇങ്ങനെ പറഞ്ഞ മാത്രയിൽ ഏലിയാവിൻ്റെ മനസ്സിലുണ്ടായ ഫീൽ എന്തായിരിക്കും? ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. ദൈവമേ, അപ്പോൾ ഇസബെലിൻ്റെ കാര്യം, ഞാൻ ഭയപ്പെടുന്ന കാര്യം. പ്രിയമുള്ളവരെ,
ഇവിടെ ദൈവം സൈലൻ്റായിട്ട് പറയുന്ന ഒരു ചിന്തയുണ്ട്. ഞാൻ പറയട്ടെ. ജെസബേൽ വാസ് എ നോൺ ഇഷ്യൂ വിത്ത് ഗോഡ്. ഇസബേൽ ദൈവത്തിനൊരു വിഷയമേ അല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ജെസബേൽ ഇറ്റ് വാസ് നോട്ട് എ ഇഷ്യൂ വിത്ത് ഗോഡ്. ഇസബേൽ ദൈവത്തിനൊരു വിഷയമേ അല്ല. അതിനർത്ഥം നീ ഭയപ്പെടുന്നത്, നീ പേടിക്കുന്നത്, നിൻ്റെ ആ പർവ്വതം പോലുള്ള പ്രശ്നമുണ്ടല്ലോ, ഹല്ലേലൂയ, ആ ദൈവത്തിനൊരു വിഷയമേ അല്ല. നീ അവിടെ പോകാനാ പറയുന്നത്. നീ അവിടേക്ക് പോ, ഞാനല്ലേ പറയുന്നത്, ഞാൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. നീ തിരിച്ചു പോ, നിന്റെ പ്രശ്നത്തിന്റെ നടുവിൽ നീ ചെന്നില്ലേ എന്ന് പറയുകയാണ്. കാരണം ഇവിടെ ദൈവം പറയാണ്, ഇസബേലിന് നിന്റെ പ്രശ്നത്തെ ദൈവം കൈകാര്യം ചെയ്തുകൊള്ളും. ഹല്ലേലൂയ, ആമേൻ. ദൈവം നിന്റെ പ്രശ്നത്തെ കൈകാര്യം ചെയ്യും. ദൈവം നമ്മുടെ ഭയത്തെ കൈകാര്യം ചെയ്യുമെന്നുള്ള ഒരു ഉറപ്പാണ് പ്രിയമുള്ളവരെ വേദപുസ്തകം നമുക്ക് നൽകുന്നത്. നമ്മുടെ ഭയത്തിൻ്റെ വിഷയങ്ങളെ ദൈവം കൈകാര്യം ചെയ്യും. ക്രിസ്മസിൻ്റെ സ്മരണകൾ പുതുക്കുന്ന ഒരു കാലഘട്ടമാണ്, ശരിയല്ലേ പ്രിയമുള്ളവരെ? കർത്താവായ യേശു ക്രിസ്തു ഭയത്തിൽ അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനത്തിൻ്റെ നടുവിലാണ് ദൈവപുത്രനായി വചനം ജഡമായി അവതരിച്ചത്. ഒരു വലിയ ഭയത്തിൻ്റെ നടുവിൽ അല്ലേ, അന്ധതമസ്സിൽ പാർത്തിരുന്ന ജനം, ഇരുട്ടിൽ തന്നെ ഒളിപ്പിച്ചിരുന്ന ജനം, മുന്നോട്ട് ജീവിക്കുവാൻ കഴിയാതെ അന്നത്തെ ഭരണവർഗം, അന്നത്തെ അതുപോലെ സഭയിലെ മഹാപുരോഹിത പരീശന്മാർ, ഇങ്ങനെയുള്ളൊരു വർഗം, അധികാര വർഗത്തിൻ്റെ ആ ബന്ധനത്തിൽപ്പെട്ട് ഭയപ്പെട്ട് കീഴ്പ്പെട്ട് തളർന്നു പോയ ക്ഷീണിച്ചു പോയ അനുഭവത്തിൽ തങ്ങൾ തന്നെ ഒളിപ്പിച്ചു കൊണ്ട് നടന്ന ജനമാണ്. ആ ജനത്തിൻ്റെ നടുവിലാണ് ഐ ആം ഹിയർ ഫോർ യു, ഞാനിതാ നിന്നരികിൽ നിന്നോടൊപ്പം കൂടെയുണ്ട്. ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. ആമേൻ. ഈ ശബ്ദം കേൾക്കുന്നുണ്ടോ? അവൻ ഇമ്മാനുവേൽ, നിന്നോട് കൂടെയുള്ളവൻ. ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. ഈ ദൈവം ചെയ്യുന്നത് എന്തെന്നറിയാമോ? ചില സമയം ഈ കൊടുങ്കാറ്റിനെ, ഈ ഒരു വലിയ പ്രതിസന്ധിയെ ദൈവം പൂർണ്ണമായി ഉന്മൂലനാശം ചെയ്യും. ദൈവത്തിന് വിട്ടുകൊടുക്കുക. ചിലപ്പോൾ അത് നമ്മെ ഏശാതെ നമ്മെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഈ രണ്ട് വഴിയായിരിക്കും ദൈവം കണ്ടെത്തുക. ഒരിക്കലും മറക്കരുത്. വേദപുസ്തകത്തിൻ്റെ ആരം മുതൽ അവസാനം നോക്കുമ്പോൾ ദൈവമക്കളെ, ദൈവ പൈതലിനെ ദൈവം വഴി നടത്തിയ വിധങ്ങൾ, ദൈവജനത്തെ നടത്തിയ വിധങ്ങൾ ഈ രണ്ട് വിഷയങ്ങളിലായിരിക്കും. ഒന്ന്, നാം അറിയാതെ തന്നെ ദൈവം നമ്മുടെ ശത്രുവിനെ, നമ്മുടെ അനർത്ഥത്തെ, നമ്മുടെ സങ്കടത്തെ, നമ്മുടെ ഭയത്തെ, ഭീതിയെ ഉന്മൂലനാശനം ചെയ്യും. അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ദൈവം അത് ചെയ്തുകൊള്ളും. ദൈവം തക്ക സമയത്ത് അത് ചെയ്തുകൊള്ളും. ഇനി ചില സമയത്ത് ദൈവം ചെയ്യുന്നതുകൊണ്ട് ആ ശത്രുവിനെ അവിടെ നിർത്തിയിരിക്കും. ആമേൻ. ആ ശത്രുവിനെ, ആ പർവ്വതത്തെ അവിടെ നിർത്തിക്കൊണ്ട് നമുക്കൊരു ദോഷവും വരാതെ വണ്ണം നമ്മെ പൊതിഞ്ഞ് കാത്തുകൊള്ളും. ഹല്ലേലൂയ. നമ്മിങ്ങനെ കവർ ചെയ്ത് കാത്തുകൊള്ളും. ദൈവികമായ സംരക്ഷണം ദൈവം നമുക്ക് നൽകും. പ്രിയരെ, ദൈവം പറയുന്നു, 1 രാജാക്കന്മാരുടെ പുസ്തകം 19:18 പറയുന്നു, ബാലിന് മടങ്ങാത്ത മുഴങ്കാലും അവനെ ചുംബനം ചെയ്യാത്ത വായുമുള്ളവരായി ആകെ 7000 പേരെ ഞാൻ ഇസ്രായേലിൽ ശേഷിപ്പിച്ചിരിക്കുന്നു. നിനക്കത് കാണുവാൻ കഴിഞ്ഞിട്ടില്ല. നീ ചിന്തിക്കുന്നു നീ ഒറ്റയ്ക്കാണ്. അല്ല മകനെ, ഈ ഭൂമിയിൽ നിന്നെപ്പോലെ വേദന അനുഭവിക്കുന്ന, കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഇനി ഒരുപാട് ദൈവവിശ്വാസികൾ ഈ ഭൂമിയിലുണ്ട്. നീ ഒറ്റയ്ക്കല്ല. വിശ്വസിക്കുക. എൻ്റെ ജനമുണ്ട്. അവരും ഈ ഭീതിയുടെ നടുവിലാണ്, ഈ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇസബേലിനെ കുറിച്ച് നീ ഭാരപ്പെടാതെ, എൻ്റെ വിഷയമാണ്, ഞാൻ നോക്കിക്കൊള്ളാം. നീ അവിടേക്ക് തന്നെ പോ, ഞാൻ നിന്റെ അരികിൽ നിന്നോട് കൂടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആകയാൽ ഏലിയാവേ, യു ആർ നോട്ട് അറ്റ് ഓൾ എലോൺ. നീ ഒറ്റയ്ക്കല്ല, നിന്നോട് കൂടെ ഞാനുണ്ട്, എൻ്റെ ജനവുമുണ്ട്. ധൈര്യത്തോടെ മുന്നോട്ട് യാത്ര ചെയ്യുക. പ്രിയമുള്ളവരെ, ജീവിത പ്രശ്നങ്ങളാകുന്ന ഭയത്തിൻ്റെ നടുവിൽ നാം ഒറ്റയ്ക്കല്ല, ദൈവം നമ്മോട് കൂടെയുണ്ടെന്നുള്ള ഉറപ്പ്, ഷുവർട്ടി ദൈവം നമുക്ക് നൽകുകയാണ്. ഇവിടെ ദൈവം ഏലിയാവിനെ ചോർത്ത് പിടിച്ചു. ജീവിതത്തിൻ്റെ കയ്പിൻ്റെ അനുഭവത്തിന് മധ്യേ തളർന്നു പോകുന്ന നിമിഷത്തിൽ, ഭയത്തിൻ്റെ നടുവിൽ പർവ്വതം പോലുള്ള പ്രശ്നങ്ങൾ വന്നു നിന്നപ്പോൾ ദൈവം ഏലിയാവിനെ ചേർത്ത് പിടിച്ചു. ദൈവം തൻ്റെ സാന്നിധ്യം ഏലിയാവിന് നൽകി. ദൈവം തൻ്റെ ശബ്ദം ഏലിയാവിനെ കേൾപ്പിച്ചു. ഏലിയാവിനെ ദൈവം ബലപ്പെടുത്തി. ഈ ദൈവം ഈ ക്രിസ്മസ് നാം ആചരിക്കുന്ന ഈ ദിനങ്ങളിൽ പ്രിയമുള്ളവരെ, ക്രിസ്മസിൻ്റെ സ്മരണകൾ പുതുക്കുന്ന, യേശുവിൻ്റെ ജന്മത്തിൻ്റെ സ്മരണകൾ പുതുക്കുന്ന ഈ കാലഘട്ടത്ത് നിങ്ങൾ ഏത് ഭയത്തിൻ്റെ നടുവിലാണോ, നിങ്ങൾ ഏത് പ്രതിസന്ധിയുടെ നടുവിലാണോ,
ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ തിരിച്ചറിയുക. നിങ്ങളുടെ പ്രശ്നങ്ങളുടെ നടുവിൽ തന്നെ ദൈവ സാന്നിധ്യം തിരിച്ചറിയുക. ദൈവ ശബ്ദം കേൾക്കുക. ദൈവം നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. ദൈവം നിങ്ങളെ ബലപ്പെടുത്തുന്ന അനുഭവം ഉണ്ടാകും. ഈ ദൈവം നമ്മെ കൈവിടുകയില്ല, നമ്മോട് കൂടെ ഉണ്ടാകും. ആ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനായി നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. ഇന്നത്തെ ചോദ്യം ഇതാണ്: ഏലിയാവ് ആരെ പേടിച്ചിട്ടാണ് മരുഭൂമിയിലേക്ക് ഓടിപ്പോയത്? ഏലിയാവ് ആരെ പേടിച്ചിട്ടാണ് മരുഭൂമിയിലേക്ക് ഓടിപ്പോയത്? ആ വ്യക്തിയുടെ പേര് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. കണ്ണുകളടയ്ക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്നേഹസമ്പന്നനായ സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട നാഥ, ഈ പ്രഭാത വിളയ്ക്കായി സ്തോത്രം. മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം ഞങ്ങൾ കേൾപ്പിച്ചല്ലോ, നന്ദിയപ്പ. കർത്താവെ, അങ്ങയ്ക്ക് കൂടാനുകൂടി സ്തോത്രം 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 കരുറ്റുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രശ്നങ്ങൾ പർവ്വതം പോലെ ഞങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ കർത്താവെ, അവിടുത്തെ സാന്നിധ്യം, അവിടുത്തെ ശബ്ദം അവിടെ ഞങ്ങളെ ചോർത്ത് പിടിച്ച് കർത്താവെ ഞങ്ങളെ ബലപ്പെടുത്തുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. അപ്പ കർത്താവെ, ഈ വചനം ശ്രമിച്ച എല്ലാ ദൈവമക്കളെയും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നന്ദി പിതാവേ. ദൈവമേ, ഭാരത്തിലെ വിഷമതിൽ ഇരിക്കുന്നവരുണ്ടപ്പ, പർവ്വതം പോലുള്ള പ്രശ്നങ്ങളെ കണ്ട് ഭയത്തിൽ ഇതെങ്ങനെ സാധ്യമാകും, ഇതെങ്ങനെ സംഭവിക്കും, അന്ധകാരത്തിന്റെ ചിന്തകളാകുന്ന അന്ധകാരത്തിന്റെ നടുവിൽ കഴിയുന്ന എത്രയോ ദൈവവിശ്വാസികൾ കർത്താവ് ഈ ലോകത്തുണ്ട്. ആമേൻ. നിന്റെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തങ്ങളുടെ ആ പ്രശ്നങ്ങളുടെ അരികിലായി തങ്ങളുടെ അടുക്കൽ നിൽക്കുന്ന, തങ്ങളെ തേടി വന്ന ക്രിസ്തുവെ അങ്ങ് തിരിച്ചറിയട്ടെ. അങ്ങ് കാണുവാളുടെ അകക്കണ്ണ് തുറക്കണമേ അപ്പ. കർത്താവെ, അവിടുത്തെ ശബ്ദത്തെ കേൾപ്പിക്കുമാറാക്കണമേ. നന്ദിയപ്പ. ദൈവശബ്ദം ഞങ്ങളെ സകല ഭയങ്ങൾ ഞങ്ങളെ വിടുവിക്കുന്നു. സകല ഭയങ്ങൾ ഞങ്ങളെ കർത്താവെ ആശ്വസിപ്പിക്കുന്നു. ഒരമ്മ തൻ്റെ മകനോട് സംസാരിക്കും, സാരമില്ല, നിനക്ക് സുഖമാകുമെന്ന് പറഞ്ഞ് അവൻ്റെ തലോടി ആശ്വസിപ്പിക്കൊണ്ടാകുന്ന ധൈര്യം. ആമേൻ. സ്തോത്രം പിതാവേ. കർത്താവെ, ഈ ദിനത്തിൽ ദൈവം ഞങ്ങൾക്ക് നൽകുവാൻ പോകുന്നത് സ്തോത്രം ചെയ്യുന്നു. എല്ലാ ജീവിതങ്ങൾക്ക് സമാധാനം, സന്തോഷം നൽകണമേ. ഈ ക്രിസ്മസ് നാളുകളിലൊക്കെ ദൈവത്തിൻ്റെ കൃപയേറെ ഞങ്ങൾ അനുഭവിക്കട്ടെ. അവിടുത്തെ മഹത്വമായ ദൈവ സാന്നിധ്യം, ശക്തി അനുഭവപ്പെട്ട കൃപയും ഭാഗ്യവും നൽകണമേ. എല്ലാ നന്മകൾക്കായി സ്തോത്രം. കൃപയെ ബലപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണമെന്ന് യേശു രക്ഷിതാവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ. ആമീൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണം. ഞങ്ങൾ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കിടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വം ഇന്നും എന്നേക്കും പിതാവിനുള്ളതല്ലോ. ആമേൻ. വിശ്വാസത്തോടെ ആശീർവാദം കൈക്കൊള്ളി. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ കൃപ, അനുഗ്രഹം, നന്മ, സമാധാന, സന്തോഷം ഇന്നും വന്ന് സർവ്വദാ സദാ കൊണ്ടിരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. പ്രിയരെ, നമ്മുടെ പ്രതിസന്ധികളുടെ നടുവിൽ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്, കർത്താവിൻ്റെ ശബ്ദം ഉണ്ട്, കർത്താവിൻ്റെ പ്രവൃത്തിയുണ്ട്. ആ ദൈവത്തോട് നമുക്ക് ചേർന്നിരിക്കാമോ? കർത്താവ് നമ്മെ കൈവിടുകയില്ല. ഗോഡ് ബ്ലസ് യു. താങ്ക് യു വെരി മച്ച്.